നമസ്കാരം. അജ്മലിന്റെ thebordofamindcom വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അജ്മലിന്റെ ഒരു പ്രത്യേക ബ്ലോഗ് പോസ്റ്റാണ്, എൻറാപ്ചേർഡ് ഇൻ ദ മൊമെന്റ്. വളരെ രസകരമായൊരു തലക്കെട്ടാണത്. അതെ, കളികളിൽ മുഴുകിയിരിക്കുന്ന കുട്ടികളെക്കുറിച്ചാണ് അജ്മൽ തുടങ്ങുന്നത്. ആ ഒരു നിമിഷത്തിൽ അവർ പൂർണ്ണമായി ലയിച്ചിരിക്കുന്ന അവസ്ഥ. മുതിർന്നവരിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ശരിക്കും ആ ലേഖനം വികസിക്കുന്നത്. അപ്പോ ലേഖനത്തിന്റെ തുടക്കത്തിൽ സ്വന്തം മകന്റെ കളി ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കുട്ടി പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു, കംപ്ലീറ്റ്ലി എൻറാപ്ചേർഡ് ആൻഡ് അബ്സോർബ്ഡ് എന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു തുടക്കം? മുതിർന്നവരുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്? അതെ, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കുട്ടികൾക്ക് ആ നിമിഷത്തിൽ ആ കളിയിൽ അലിഞ്ഞു ചേരാൻ പറ്റുന്നുണ്ട്. പക്ഷേ അജ്മൽ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ മുതിർന്നവർക്ക് പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു എന്നാണ്. നഷ്ടപ്പെടുന്നു അല്ലേ? അതെ, നമ്മളൊരു തരം സീരിയസ്നെസ് ട്രാൻസിൽ പെട്ടുപോകുന്നു. അതായത് ജീവിതത്തിലെ ഗൗരവമായ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. ആ സീരിയസ്നെസ് ട്രാൻസ് എന്ന വാക്ക് കൊള്ളാം. ശരിക്കും കടമ, പിന്നെ ഭയം, പലതരം ചിന്തകൾ, ഇതൊക്കെ കാരണം നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ താല്പര്യങ്ങൾ, ആ ഒരു കുട്ടിക്കാലത്തെ ആവേശം ഒക്കെ എവിടെയോ മറഞ്ഞു പോകുന്നു. അപ്പോ ഈ പറയുന്ന ഗൗരവചിന്തയുടെ വലയത്തിൽ പെടുമ്പോൾ, നമ്മുടെ ഉള്ളിലെ ഇഷ്ടങ്ങളെ അവഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അജ്മൽ അതിനെപ്പറ്റി എന്താ പറയുന്നത്? അജ്മൽ തോറോയെ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ക്വയറ്റ് ഡെസ്പറേഷൻ അഥവാ ഒരു നിശബ്ദമായ നിരാശയുടെ ജീവിതത്തിലേക്ക് അറിയാതെ വീണുപോയേക്കാമെന്ന്. നിശബ്ദമായ നിരാശ. അതെ, പുറമേക്കെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിലൊരു ശൂന്യത പോലെ. എന്നാൽ അജ്മൽ അവിടെ നിർത്തുന്നില്ല, ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ആ ഇഷ്ടങ്ങളുടെ തീ, ആ സ്മോൾഡറിംഗ് എംബേഴ്സ് കെട്ടുപോയിട്ടില്ല. അത് പ്രധാനമാണ്. കെട്ടുപോയിട്ടില്ല അല്ലേ? ഇല്ല, അതിപ്പോഴും അവിടെയുണ്ട്. ഒരു ചെറിയ കാറ്റ് കിട്ടിയാൽ മതി വീണ്ടും ആളിക്കത്താൻ തയ്യാറായിട്ട്. ഈ സ്മോൾഡറിംഗ് എംബേഴ്സ് എന്ന ആശയം, അത് കൊള്ളാം. ഒരു പ്രതീക്ഷയുണ്ടതിൽ. അപ്പോ ഈ കെടാതെ കിടക്കുന്ന തീപ്പൊരികളെ എങ്ങനെയാണ് വീണ്ടും ആളിക്കെത്തിക്കുക? എവിടെ നിന്നാണ് അതിനുള്ളൊരു പ്രചോദനം കിട്ടുക? അതാണ് രസം. പ്രചോദനം എവിടെ നിന്നും വരാമെന്നാണ് അജ്മൽ പറയുന്നത്. ചിലപ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ ആവാം, അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു കാഴ്ച, എന്തുമാവാം. പക്ഷേ ആ കിട്ടുന്ന ഒരു സ്പാർക്ക്, അതിനെ വെറുതെ വിട്ടാൽ പോരാ. അതിനെ സ്നേഹത്തോടെ ശ്രദ്ധിക്കണം. ലവിംഗ് അറ്റ്യൂൺമെന്റ്. അതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ കൊടുക്കണം. ഹോൾ ഹാർട്ടഡ് ഡിവോഷൻ. ശ്രദ്ധ കൊടുക്കണം എന്നാമം. തീർച്ചയായും. കാരണം അജ്മൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് വി മോസ്റ്റ് റിവർ ആൻഡ് അഡോർ വി ബിക്കം. നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സ്നേഹവും കൊടുക്കുന്നത്, നമ്മൾ പതിയെ അതായി മാറും. നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ നമ്മളാക്കുന്നത്. അത് വളരെ ആഴമുള്ള ഒരു ചിന്തയാണല്ലോ. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ നമ്മൾ അതായി തീരുന്നു. അപ്പോൾ ജീവിതം കുറച്ച് വിരസമായി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നിറമില്ലായ്മ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ സാധാരണ നമ്മൾ പുറത്താണല്ലോ മാറ്റം നോക്കുക. പക്ഷെ അജ്മൽ പറയുന്നത് അതല്ല, ഉള്ളിലേക്ക് നോക്കണമെന്നാണല്ലേ? അതെ അതെ, പ്രശ്നം പുറത്തല്ല, അകത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ശ്രദ്ധ എവിടെയാണ് പോകുന്നതെന്ന് നോക്കണം. അതിനായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നും പറയുന്നുണ്ട്. എന്തു തരം ചോദ്യങ്ങൾ? ഉദാഹരണത്തിന്, എന്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എവിടെയാണ്? കുട്ടിയായിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജം കിട്ടുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ. സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ. അതെ, അതിന്റെ ഉത്തരങ്ങൾ സത്യസന്ധമായി കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് ആ വഴിയെ ഒന്ന് നടന്നു നോക്കുക. അപ്പോ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിപ്പോയാൽ ഭയങ്ങളും പഴയ ചിന്തകളുമൊക്കെ മാറുമെന്നാണോ അജ്മൽ കരുതുന്നത്? ഒരു പരിധിവരെ അതെ. ആ ഒരു അന്വേഷണം നമ്മളെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കും, ഭയങ്ങളെ മറികടക്കാൻ സഹായിക്കും, പഴയ ചിന്താരീതികളിൽ നിന്ന് പുറത്തുവരാൻ ഒരു വാതില് തുറന്നു തരും. അങ്ങനെ നമ്മൾ കൂടുതൽ സ്വാഭാവികവും ഊർജ്ജസ്വലവും കൂടുതൽ പ്രകാശമുള്ളതുമായ റേഡിയന്റ്, ഇൻഫിനിറ്റ്ലി ഫാസറ്റഡ് ഷേപ്പ് ഓഫ് യുവർ മോസ്റ്റ് വൈൽഡ് ആൻഡ് റാപ്ചറസ് എസൻസ് നമ്മുടെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കുട്ടിക്കാലത്തെ ഒരു ശ്രദ്ധയും കൗതുകവും ഒരു പുതിയ രീതിയിൽ തിരിച്ചു കിട്ടുമെന്ന് പറയാമല്ലേ? ഒരു തരത്തിൽ അതെ, കൂടുതൽ പക്വതയോടെയുള്ള ഒരു തിരിച്ചറിവ്. അപ്പോ ഇന്നത്തെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു പ്രധാന കാര്യം,
ഈ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന സന്തോഷം, ആ ഊർജം, അത് വീണ്ടെടുക്കാൻ പറ്റും. അതിൻ്റെ വഴി പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. തീർച്ചയായും നമ്മുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുക എന്നതാണ് പ്രധാനം. അജ്മലിന്റെ ഈ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മറ്റ് എഴുത്തുകൾ, കലാ പോഡ്കാസ്റ്റുകൾ ഇതൊക്കെ theborderofamind.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണല്ലോ. അതെ അതെ, അവിടെ എക്സ്പീരിയൻസസ്, ഫിലോസഫി, തോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. തീർച്ചയായും അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ തട്ടിയെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ആ സ്മോൾഡറിംഗ് എംബേഴ്സിനെ കണ്ടെത്താൻ അതൊരു തുടക്കമായാലോ.